ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 96 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെരിമീറ്ററും ഏരിയയും കാണണം. പെരിമീറ്റർ കാണാനായിട്ട് എല്ലാ സൈഡ്സ് കാണണം. ഏരിയ കാണാനായിട്ട് നമ്മുടെ കയ്യിൽ ഫോർമുലകൾ പലതുണ്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം ആയതുകൊണ്ട് സൈഡ് ലെങ്ത് കിട്ടണമല്ലോ. ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടിയാൽ മതി, എല്ലാ സൈഡും ഈക്വലുമാണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാൻ എളുപ്പമാണ്. ഇവിടെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു എങ്ങനെയാണ് കാണുന്നതെന്ന്. കാരണം നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഓർക്കണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ കോണുകളും തുല്യമാണ്, ഓരോ കോണും 60 ഡിഗ്രിയാണ്. ഇവിടെ ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ കോണിൻ്റെ അളവ് 30 ആയിരിക്കും. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ എതിരെ കിടക്കുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ 1:√3:2 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 60ൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ ലെങ്ത് ആണ് 12. നമ്മൾ ആ റൈറ്റ് ട്രയാങ്കിൾ മാത്രമാണ് എടുക്കുന്നത്, അതല്ലാതെ മുഴുവൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുകയല്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുക്കും. ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 12 കിടക്കുന്നത്. അപ്പോൾ 60യുടെ താഴെ നമുക്ക് 12 എഴുതാം. ഈ 12ന് റൂട്ട് ഒന്നുമില്ല, √3 വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എക്സ് ഇവിടെ 1 എവിടെ വന്നോ അവിടെ എക്സ് എടുക്കുക. അപ്പോൾ 1√3 ആകുമ്പോൾ x√3. 1ൻ്റെ ഇരട്ടിയാണ് 2, അപ്പോൾ 2x. അതായത് x√3 12 ആക്കി എടുക്കുക. x√3 12 ആക്കി എടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12/√3 ആയിരിക്കും. അതായത് എക്സ് ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്, എക്സ് 12/√3 ആയിരിക്കും. ഇനി ഇത് 1 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇവിടെ 2. ഇപ്പോൾ ഇവിടെ 12/√3 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 24/√3 ആണ് 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. നമുക്കറിയാം ഈ 90 ഇതാണ്, 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആണല്ലോ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 24/√3 എന്ന് വരും. അതായത് എല്ലാ സൈഡും 24/√3 ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാൻ എളുപ്പമായല്ലോ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് പറഞ്ഞാൽ 24/√3 3 പ്രാവശ്യം കൂട്ടണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇനി നമുക്ക് ഈ √3യെ കളയണം. അതായത് ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മുകളിലും താഴെയും √3 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. അപ്പോൾ താഴെ കിടക്കുന്ന ഈ √3യും കൂടെ ഗുണിക്കുമ്പോൾ 3 ആയി മാറും. അതായത് 24 × 3√3 ഡിവൈഡഡ് ബൈ 24 അതേപോലെ എഴുതി, ഈ 3 അതേപോലെ എഴുതി, √3 അതേപോലെ എഴുതി. മുകളിൽ അതേ ഒരു മാറ്റം വന്നിട്ടില്ല. ഡിനോമിനേറ്ററിൽ √3 × √3 എന്താണ്? 3 ആണ്. അപ്പോൾ ഈ 3യും ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ ആൻസർ എന്താണ്? 24√3. ഇപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് 24/√3 ആണ്. പെരിമീറ്റർ വന്നപ്പോൾ 3 കൂടെ ആഡ് ചെയ്ത് 3 പ്രാവശ്യം അത് ആഡ് ചെയ്യുക. അതിന് പകരം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയല്ലോ. വേണമെങ്കിലും ഇവിടെ ഏരിയ കാണാം. അതായത് ഏരിയ ഈക്വൽ ടു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്, സമഭുജ ത്രികോണം ആയതുകൊണ്ട് √3/4a² ഇട്ട് കൊടുക്കാം. അല്ല എങ്കിൽ അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടുന്ന? √3/4 × a എന്ന് പറയുന്ന സൈഡ് ലെങ്ത് 24/√3. ഇനി സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 24/√3യെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഈ √3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആവും. 3 × 4 3 4s are 12. അപ്പോൾ ഇവിടെ √3 × 24 ×
24 by √3 into √3 3 ആണ്, 3 into 4 12 ആണ്. ഈ 12ഉം 24ഉം കൂടെ ക്യാൻസൽ ആയിട്ട് വരുമ്പോൾ ഇവിടെ 2 കിട്ടും. ഇനി 24 2s are 48 √3 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാമല്ലോ. നമ്മൾ ആദ്യമേ കഴിഞ്ഞ വർഷമേ പഠിച്ച ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ഹാഫ് BH എന്നുള്ളതാണ്. ഇവിടെ ബേസ് ആരാണ്? ബേസ് എന്ന് പറയുന്നത് ഈ 24 by √3 സൈഡ് ലെങ്ത് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 24 by √3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 12 ആണ്. ഹൈറ്റ് 12 ആണ് തന്നിട്ടുണ്ട്. ഇനി ഈ √3യെ കളയാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലുള്ള റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഈ 2ഉം 24ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 വരും. ഇനി √3 into √3 3 ആണ്. ആ 3ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും. 4 into 12 48 ആണ്. 48 √3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ √3യും √3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. ആ 3ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 4 വന്നു. 4 12s are 48. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചോദ്യമാണ്. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള 6 സൈഡുകളുള്ള ഒരു ഫിഗറാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ റെഗുലർ ഹെക്സഗണിനെ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് 6 സമഭുജ ത്രികോണങ്ങളായിട്ട് മുറിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതായത് 2ാമത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്. ഇനി ഇവിടെ വേറൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 പാരലൽ സൈഡ്സ് ഇടയ്ക്കുള്ള ഹൈറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ഈസ് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള പാരലൽ സൈഡ്, അപ്പോൾ നടുക്കത്തെ ഈ വരകളൊന്നുമില്ല. ഈ റെഗുലർ ഹെക്സഗണിന്റെ ഏതെങ്കിലും 2 പാരലൽ സൈഡ്സ്, അപ്പോൾ ഈ 2 പാരലൽ സൈഡുകളുടെ ഇടയ്ക്കുള്ള ഹൈറ്റ് ഇപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനെ മുറിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും 2 ഇങ്ങനെ ഹൈറ്റ് നോക്കിയാൽ എത്ര വരും? അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇത്രയും ഇവിടം തൊട്ട് താഴോട്ട് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ പ്രോബ്ലം പോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 60 ആണ്. ഇത് 90 ആണല്ലോ. ഇത് 30 ആണ്. അപ്പോൾ 60യുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡാണ് 3. നമ്മുടെ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? 30, 60, 90. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. ഒരു ആംഗിൾ 60 ആയിരിക്കും. ഇവിടെ ഹൈറ്റ് വരച്ചപ്പോൾ അവിടെ ഈ വന്ന റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണത്തിൽ ഒരു ആംഗിൾ 90, ഈ മുകളിലെ ആംഗിൾ 30. അപ്പോൾ 30, 60, 90ന്റെ റേഷ്യോ, എതിരെ കിടക്കുന്ന വശങ്ങളുടെ റേഷ്യോ 1:√3:2 ആണ്. ഇനി 60ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന്റെ നീളമാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 60ന്റെ നേരെ താഴെ 3 എഴുതുക. ഇവിടെ റൂട്ടൊന്നും ഉള്ളതല്ല. അപ്പോൾ റൂട്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ ഇതിനെ എക്സ് ആയിട്ട് എടുക്കുക, ഇത് x√3 ആയിട്ട് എടുക്കുക, ഇത് 2x ആയിട്ട് എടുക്കുക. അപ്പോൾ അതായത് നമുക്ക് റൂട്ട് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാം. റൂട്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് x√3 ആണ് ആര്? 3. x√3യുടെ വിലയാണ് 3. അങ്ങനെയാണെങ്കിൽ x കാണാനായിട്ട് 3/√3. അപ്പോൾ എക്സിൻ്റെ താഴെ 3/√3 എന്ന് എഴുതും. ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ 3/√3യുടെ ഇരട്ടി 6/√3. ഈ 6/√3 ആരുടെ ഓപ്പോസിറ്റാ? 90യുടെ ഓപ്പോസിറ്റ്. 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ആയല്ലോ. അതായത് ഈ സൈഡും സെയിം ആണല്ലോ. റെഗുലർ ഹെക്സഗണില് ഓരോ സൈഡും ഈക്വൽ ആണ്. അത് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് മുറിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആയിട്ടാണ് ഇപ്പൊ കിട്ടിയ 6/√3. ഇനി ഇവിടെയും പെരിമീറ്ററും ഏരിയയുമാണ് കാണേണ്ടത്. അപ്പോൾ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാ? എത്ര സൈഡ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പെരിമീറ്റർ നമ്മൾ ആ സൈഡുകളുടെ ലെങ്ത് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അവിടെ ഫോർമുല ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല.
അപ്പോൾ ഇവിടെ 6 വശം ഉള്ളത് കൊണ്ട് 6 ഇൻറ്റു ഒരു വശത്തിൻ്റെ നീളമായ 6/√3. പിന്നെ ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ പാടില്ല. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? 6 ഇൻറ്റു 6/√3 ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന √3 കൊണ്ട് മുകളിലും താഴെയും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. √3 ഇൻറ്റു √3 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. അപ്പം 6 ഉണ്ട്. 6 ഇൻറ്റു √3. ന്യൂമറേറ്ററിന് ഞാൻ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഡിനോമിനേറ്ററിലെ √3 ഇൻറ്റു √3 എന്ന് പറയുന്ന 3 ആണ്. അപ്പോൾ ഈ 6ഉം 3ഉം കൂടെ ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 വരും. അല്ലെ 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. ഇനി ബാക്കി ആൻസർ 6 2s are 12, 12√3. അപ്പോൾ 12√3. ഇവിടെ നമുക്ക് പെരിമീറ്റർ 12√3 എന്ന് കിട്ടി. ഇനി അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ ഏരിയ, റെഗുലർ ഹെക്സഗന്റെ ഏരിയയും കൂടെ കാണാം. പക്ഷെ നമുക്കറിയാം റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മുറിക്കും. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a². അപ്പോൾ 6 ആയിട്ട് തിരിക്കുന്നതുകൊണ്ട് 6 ഗുണം √3/4a² ആണ്. അപ്പോൾ √3/4 ഇൻറ്റു എ എന്ന് പറയുന്ന സൈഡ് ലെങ്ത് ആണ്. a² വന്നപ്പോൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6/√3 കൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി √3 ഇൻറ്റു √3 3 ആണ്. പിന്നെ ഇവിടെ 6നെയും 4നെയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6/4 എന്ന് പറയുന്നത് 3/2 വരും. ഇനി ഈ 2നെയും ഈ 6നെയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ 6/2 3 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് 3 ഇൻറ്റു 3 3 ഇൻറ്റു 6 ഇൻറ്റു √3. ആ റൂട്ട് എന്നുള്ളതിനെ ഞാൻ ഏറ്റവും അവസാനം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി √3 ഇൻറ്റു √3 ഡിനോമിനേറ്ററിൽ √3 ഇൻറ്റു √3 3 ആണ്. അപ്പോൾ ഒരു 3 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ബാക്കി ആൻസർ 3 ഇൻറ്റു 6 18√3. അപ്പോൾ 18√3 ആണ് ഇതിൻ്റെ ഏരിയ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 12√3 ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.